എപ്പോഴും നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക, എപ്പോഴും നമ്മുടെ റീപ്പോ നിരക്കിനേക്കാളും 0.25 കൂടുതലായിരിക്കും നമ്മുടെ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ബാങ്ക് റേറ്റിന് കൂടുതലായിരിക്കും, ഏറ്റവും കൂടിയത് ബാങ്ക് റേറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചിലവർക്ക് റീപ്പോ അറിയാമെങ്കിൽ ബാങ്ക് റേറ്റ് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. റീപ്പോ എത്രയാണോ അതിൽ നിന്ന് 0.25 കൂട്ടുന്നതാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ തിരുവനന്തപുരം LD പരീക്ഷ കഴിഞ്ഞു അല്ലെ. അപ്പൊ അതിനകത്ത് വന്നിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങൾ അവയുടെ ഉറവിടം എവിടെയാണ് എന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കണം. കാരണം അടുത്ത പരീക്ഷ എഴുതാൻ, അടുത്ത ഫേസ് എഴുതാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അടുത്ത പരീക്ഷ എഴുതുന്നവർ, അടുത്ത രണ്ടാം ഘട്ടം അല്ലെങ്കിൽ മൂന്നാം ഘട്ടം LD എഴുതുന്നവർ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള മറ്റു പരീക്ഷകൾ, ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ എഴുതുന്നവർ പോലും ഈ പറയുന്ന ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. വളരെ നല്ലൊരു ചോദ്യമാണ്, ഒരു എക്കണോമിക് അനാലിസിസ് ബേസിലുള്ള ഒരു ചോദ്യമാണ്. ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ഥാനം, ഒരു പട്ടിക തന്നിട്ടുണ്ട്. സ്ഥാനം 1, 2, 3, 4, അതിനകത്ത് ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോ ഈ ചോദ്യത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റെങ്ങും പോണ്ട, ഇതിന്റെ ഉറവിടം PIB ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണയായിട്ട് കറണ്ട് അഫയേഴ്സിന് നമ്മൾ കൂടുതലും മാധ്യമങ്ങളെ ആശ്രയിക്കാറുണ്ട് അല്ലെ, നമ്മൾ ന്യൂസ് പേപ്പേഴ്സിന് നമ്മൾ ആശ്രയിക്കാറുണ്ട്. അപ്പൊ ന്യൂസ് പേപ്പേഴ്സിനെ ആശ്രയിക്കുന്ന, കറണ്ട് അഫയേഴ്സ് ന്യൂസ് പേപ്പറിൽ നിന്ന് പഠിക്കുന്ന അതേ ഒരു ഇമ്പോർട്ടൻസോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഗവൺമെന്റ് സൈറ്റുകൾ, ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ എന്നിവ കൂടി എന്ത് ചെയ്യണം, നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് സൈറ്റ് എന്ന് പറയുന്ന PIB ആണ്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ്. കേരള സർക്കാരിന്റെ ആണെങ്കിൽ അത് PRDS ആണ്. അതുപോലെ തന്നെ ISROയുടെ ഒഫീഷ്യൽ സൈറ്റ്, RBIയുടെ ഒഫീഷ്യൽ സൈറ്റ്, UN-ന്റെ ഒഫീഷ്യൽ സൈറ്റ് ഒക്കെ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ് എത്തിക്കുന്ന സമയത്ത് ഈ സൈറ്റുകളൊക്കെ ചെക്ക് ചെയ്ത് ഈ സൈറ്റുകളിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. അപ്പൊ PIB, എന്നാൽ അതല്ല എനിക്ക് ഈ ക്വസ്റ്റ്യന്റെ ഉറവിടം അറിയണം, ഇതൊന്ന് കാണണം, എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. PIB ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ 2022-23 വർഷത്തെ പ്രധാന വിളകളുടെ ഉൽപാദനത്തിന്റെ അന്തിമ എസ്റ്റേറ്റ് നമ്മുടെ കൃഷി കർഷക ക്ഷേമ വകുപ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. 2022-23 അന്തിമ എസ്റ്റേറ്റ് പ്രകാരം രാജ്യത്തെ മൊത്തം ഭക്ഷ്യ ഉൽപാദനം എന്ന് പറയുന്നത് 3296.87 ലക്ഷം ടണ്ണാണ്. 3296.87 ലക്ഷം ടണ്ണാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫൈനൽ എസ്റ്റിമേറ്റ് 2022-23 ഫൈനൽ എസ്റ്റിമേറ്റ് പ്രകാരം നമ്മുടെ ഓരോ ഫുഡ് ഗ്രെയിൻസിന്റെയും ഉൽപാദനം നമുക്കൊന്ന് നോക്കാം. അപ്പോ മൊത്തത്തില് ഭക്ഷ്യധാന്യങ്ങൾ 3296.87 ലക്ഷം ടണ്ണാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് അരിയാണ് കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ അരിയാണ്. രണ്ടാം സ്ഥാനം ഗോതമ്പിനാണ്, 1105.54 ലക്ഷം ടൺ. അരി 1357.55 ലക്ഷം ടണ്ണാണ് അരി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ചെറുധാന്യങ്ങൾ, നമ്മുടെ കോഴ്സ് സെറിയൽസ് എന്ന് നമ്മൾ പറയുന്ന ചെറുധാന്യങ്ങൾ, അത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് 573.19 ലക്ഷം ടണ്ണാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ 2023 ഇയർ ഓഫ് മില്ലറ്റ് അല്ലെ, നമ്മുടെ ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ചെറുധാന്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം നമ്മളെ രാജ്യം കൊടുത്തിരുന്നു. ശ്രീ അന്ന എന്ന പേരിലാണ് നമ്മൾ ഈ ചെറുധാന്യങ്ങളെ വിശേഷിപ്പിച്ചിരുന്നതെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലെ, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അടുത്തത് ചോളം നോക്കുവാണെങ്കിൽ 380.85 ലക്ഷം ടണ്ണാണ് ചോളം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. പയർവർഗ്ഗങ്ങളാകട്ടെ 260.58 ലക്ഷം ടണ്ണാണ് പയർവർഗ്ഗങ്ങൾ. അതിൽ തുവര 33.12 ലക്ഷം ടണ്ണും
കടല 122.67 ലക്ഷം ടണ്ണുമാണ്. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം ഉൽപ്പാദിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത് അരിയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. 2022-23 പ്രധാന വിളകളുടെ ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ അരിയാണ്. രണ്ടാം സ്ഥാനം ഏതിനാണെന്ന് മനസ്സിലായി, ഗോതമ്പിനാണ്. മൂന്നാം സ്ഥാനം നമ്മുടെ ചെറുധാന്യങ്ങൾക്കാണ്. നാലാം സ്ഥാനം ചോളത്തിനും. അഞ്ചാം സ്ഥാനം പയർ വർഗ്ഗങ്ങൾ എന്നിവയ്ക്കുമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഗോതമ്പ്, നെല്ല്, ചോളം, പയർ വർഗ്ഗങ്ങൾ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം നെല്ല് ഒന്നാം സ്ഥാനം അല്ലെ, അരി അഥവാ നെല്ലിന് ഒന്നാം സ്ഥാനമാണ്. 2022-23 കണക്കുകൾ പ്രകാരം നെല്ലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനം ആർക്കാണ്? ഗോതമ്പിനാണ് അല്ലെ. അപ്പൊ ഒന്നെന്ന് പറയുന്നത് ബി ആണ് അല്ലെ, 1 ബി ആണ്. 2 പറയുന്നത് എ ആണ്. ഇനി മൂന്നാം സ്ഥാനം ആർക്കാണ്? ചോളത്തിന് തന്നെയാണ്. അപ്പൊ 3 സി തന്നെയാണ്. ഇനി നാലാം സ്ഥാനം പയർ വർഗത്തിനാണ്. അപ്പൊ 4 ഡി തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ നമ്മുടെ 2022-23 കണക്കുകൾ പ്രകാരം ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നില് നെല്ലാണ്, അതിനുശേഷം ഗോതമ്പാണ്, അതിനുശേഷം എന്ത് വരുന്നുണ്ട്? ചെറുധാന്യങ്ങൾ വരുന്നുണ്ട്, അത് മറക്കാതിരിക്കുക. അതിനുശേഷമാണ് ചോളവും പിന്നീട് പയർ വർഗ്ഗങ്ങളും വരുന്നത്. ഓക്കെ, ചോളവും പയർ വർഗ്ഗങ്ങളും. അതിനുശേഷം തുവര വരുന്നുണ്ട്, കടല വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എണ്ണക്കുരുക്കൾ എടുത്തു നോക്കുവാണെങ്കിൽ, നമ്മുടെ ഓയിൽ സീഡ്സ് എടുത്തു നോക്കുവാണെങ്കിൽ 413.55 ലക്ഷം ടണ്ണാണ്. 413.55 ലക്ഷം ടണ്ണാണ് എണ്ണക്കുരുകൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. നിലക്കടല 102.97 ലക്ഷം ടണ്ണ്. സോയാബീന്, റാപ്സീഡ് അഥവാ കടുക്. അപ്പം എണ്ണക്കുരുക്കളുടെ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നിലക്കടല, സോയാബീന്, റാപ്സീഡ്സ്, അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, അതില് നമുക്ക് നോക്കുവാണെങ്കിൽ സോയാബീൻ ആണ് കൂടുതൽ. 149.85 ലക്ഷം ടണ്ണാണ് സോയാബീന് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം റാപ്സീഡ്, കടുക് 126.43 ലക്ഷം ടണ്ണാണ്. നിലക്കടല 102.97 ലക്ഷം ടണ്ണാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര ലക്ഷം ടണ്ണാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ പഠിക്കേണ്ടത് ഏതാണ് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യം നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ കരിമ്പ്, കോട്ടൺ, ചണം ഇമ്പോർട്ടന്റ് ആണ്. കരിമ്പ്, കോട്ടൺ, ചണം. കരിമ്പ് 4905.33 ലക്ഷം ടണ്ണാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഇനി കോട്ടണും ചണവും എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് കോട്ടൺ ആണ് കേട്ടോ. ചണം അതിന് താഴെയാണ് വരുന്നത്. കോട്ടൺ ആണ് ഏറ്റവും കൂടുതൽ. കോട്ടണിലാണോ ചണമാണോ എന്നെടുത്ത് നോക്കുമ്പോൾ കോട്ടൺ ആണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് അരിയാണ്, അതിനുശേഷം അരി അഥവാ നെല്ല്, അതിനുശേഷമാണ് ഗോതമ്പ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 2022-23 നമ്മുടെ വെജിറ്റബിൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിന്റെ പ്രൊഡക്ഷനും കൂടി നമുക്കൊന്ന് നോക്കാം. 2022-23 രാജ്യത്തെ ഹോർട്ടിക്കൾച്ചർ ഉൽപാദനം ഏകദേശം 355.48 ദശലക്ഷം ടണ്ണായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത് 2021-22 അപേക്ഷിച്ച് 2.39% വർധനവുണ്ട് നമ്മുടെ ഹോർട്ടിക്കൾച്ചറിന്. ഓക്കെ, ഹോർട്ടിക്കൾച്ചർ അതായത് നമ്മുടെ ഫ്രൂട്ട്സ് കൾച്ചറിന് എത്രയുണ്ട്? കഴിഞ്ഞ വർഷത്തെക്കാളും 2.39% വർധനവുണ്ട്. ഇനി പച്ചക്കറി ഉൽപാദനം എന്ന് പറയുന്നത് 2021-22 209.14 ദശലക്ഷത്തിൽ നിന്ന് 2022-23 ആയപ്പോൾ 212.55 ദശലക്ഷം ടണ്ണായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ദശലക്ഷം ടണ്ണെന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. നമ്മളെ ഇവിടെ എന്താണ് ഈ ക്വസ്റ്റ്യൻ നമ്മളെ കാണിച്ചു തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ PIBയിൽ വരുന്ന ഇങ്ങനെയുള്ള കണക്കുകൾ വരുന്ന സമയത്ത് നമ്മൾ ഒരു അനലൈസ് ചെയ്യുക. നമ്മൾ ഈ ക്വസ്റ്റ്യൻ, ഈ തരത്തിലുള്ള ഡേറ്റകളെ നമ്മളൊന്ന് വ്യാഖ്യാനിച്ച് അതിലെന്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംക്ഷിപ്ത രൂപം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 2021-22 വർഷത്തെക്കാളും 22-23 വർഷം നമ്മുടെ ഹോർട്ടിക്കൾച്ചറും വെജിറ്റബിൾസിന്റെ പ്രൊഡക്ഷനും ഒക്കെ, അല്ലെങ്കിൽ പച്ചക്കറികളുടെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ പഴങ്ങളുടെ പ്രൊഡക്ഷനും എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട് അല്ലെ.
അതിൽ ഹോർട്ടിക്കൾച്ചർ ആണെങ്കിൽ 2.39% കൂടിയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു അനലൈസിങ് മെന്റാലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നതിലുപരി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വേണം മനസ്സിലാക്കി വെക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പറയുന്ന ഫുഡ് ഗ്രെയിൻസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളെ കൂടി നമുക്കൊന്ന് നോക്കി വെക്കാം. ചിലപ്പോൾ അതും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, റൈസ് നോക്കുവാണെങ്കിൽ നോക്കിക്കേ, റൈസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത് കഴിഞ്ഞ 2023-24 കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. 2023-24 കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ 2023-24 എക്കണോമിക് സർവേയിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, 2023-24 കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ റൈസ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് തെലങ്കാനയാണ്. തെലങ്കാന, 2ാം സ്ഥാനം ഉത്തർപ്രദേശിനും 3ാം സ്ഥാനം വെസ്റ്റ് ബംഗാളിനുമാണ് കേട്ടോ, ഏറ്റവും കൂടുതൽ റൈസ്. ഇനി വീട്ടിലേക്ക് വരുമ്പോൾ ഉത്തർപ്രദേശാണ് 1ാം സ്ഥാനം, മധ്യപ്രദേശിന് 2ാം സ്ഥാനം, പഞ്ചാബിന് 3ാം സ്ഥാനമാണ്. ഓക്കെ, ഇനി നമ്മുടെ മെയ്സ് ചോളം എടുത്ത് നോക്കുമ്പോൾ കർണാടകയാണ് 1ാം സ്ഥാനത്ത്. കർണാടകയാണ് ചോളത്തില് 1ാം സ്ഥാനത്ത്. ഇനി നമ്മുടെ കോഴ്സ് സെറീൽസ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ചെറുധാന്യങ്ങൾ രാജസ്ഥാനാണ് 1ാം സ്ഥാനം, രാജസ്ഥാനം. ഇനി നമ്മുടെ തുവര എടുത്തു നോക്കുമ്പോൾ അവിടെ കർണാടകയ്ക്കാണ് 1ാം സ്ഥാനം. ഓക്കെ, കർണാടകയ്ക്ക്. ഇനി നമ്മുടെ ടോട്ടൽ പൾസസ് നമ്മുടെ പയർ വർഗ്ഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ മധ്യപ്രദേശിനാണ് അവിടെ 1ാം സ്ഥാനം ഉള്ളത്. മധ്യപ്രദേശിന്. ഓക്കെ, മധ്യപ്രദേശിനാണ് 1ാം സ്ഥാനം ഉള്ളത്. ഇനി നമ്മുടെ ഓയിൽ സീഡ്സ് എടുത്ത് നോക്കുമ്പോൾ ഗ്രൗണ്ട് നട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്താണ് ഗ്രൗണ്ട് നട്ട് നമ്മുടെ നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. സോയാബീൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മധ്യപ്രദേശാണ് സോയാബീൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാം ഒന്നും നോക്കണ്ട, ജസ്റ്റ് നെല്ല് നോക്കി വെക്കുക. തെലങ്കാനയാണ് നമ്മൾ പറഞ്ഞു അല്ലെ, തെലങ്കാനയാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ വീറ്റ് വരുമ്പോൾ ഉത്തർപ്രദേശാണ് അല്ലെ, വീറ്റ് വരുമ്പോൾ നമുക്ക് ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ്. ഇനി കർണാടകയാണ് ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്, കർണാടകയാണ്. നമ്മുടെ പയറുവർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് മധ്യപ്രദേശാണ്, പയറുവർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും, കാരണം ഈ ഭാഗത്തുനിന്നും ചോദ്യം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 2ാമത്തെ ചോദ്യവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇത് സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ആദ്യത്തെ പ്രസ്താവന, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റീപ്പോ റേറ്റ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സിലെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്, പെരുപ്പം കൺട്രോൾ ചെയ്യാനായിട്ട് RBI യൂസ് ചെയ്യുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഉപാധിയാണ് റീപ്പോ എന്ന് പറയുന്നത് അല്ലെ. റീപ്പോയും റിവേഴ്സ് റീപ്പോയും ഉണ്ട്. അപ്പോൾ അത് സിമ്പിൾ ബേസിക് ഫാക്റ്റ് ആണ്. അടുത്തത് 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റീപ്പോ റേറ്റ് 6.50% അല്ലെങ്കിൽ 6.50% നിലനിർത്താൻ എന്ത് ചെയ്തു, തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കിക്കേ. എ തന്നിരിക്കുന്നത് 1-2 പ്രസ്താവനകൾ ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ബി പറഞ്ഞിരിക്കുന്നത് എന്താണ്, 1ാമത്തെ പ്രസ്താവന ശരിയാണ്, പ്രസ്താവന 2 ശരിയല്ലെന്നാണ് ബി പറഞ്ഞിരിക്കുന്നത്. സി പറഞ്ഞിരിക്കുന്നു 2 ശരിയാണ്, പ്രസ്താവന 1 ശരിയല്ല. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നു 1ഉം 2ഉം പ്രസ്താവന ശരിയല്ല എന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ബേസിക് ഫാക്ട് അറിയാവുന്നവർക്ക് ആദ്യത്തെ ഫാക്ട് ശരിയാണെന്ന് അറിയായിരിക്കും അല്ലെ. അപ്പൊ പക്ഷെ 2ാമത്തെ ഫാക്ട് ശരിയാണോ അല്ലയോ എന്നൊരു ഡൗട്ട് ആയിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഇപ്പൊ 2ാമത്തെ ഫാക്റ്റും ശരി തന്നെയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത്, നിങ്ങൾ ഈ സാധനം നമുക്ക് എവിടെ നിന്നാണ് സോഴ്സ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ തന്നെയാണ്. എല്ലാ പ്രാവശ്യവും മോണിറ്ററി പോളിസി കൂടുന്ന സമയത്ത് ഈ റീപ്പോയിലും റിവേഴ്സ് റീപ്പോയിലും ബാങ്ക് റേറ്റിലും ഒക്കെ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ അത് ന്യൂസ് പേപ്പർ കാണിക്കാറുണ്ട്. എന്നാൽ നമുക്ക് കുറച്ചുകൂടി റിലയബിൾ ആയിട്ട്, കുറച്ചുകൂടി നമുക്ക് RBIയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. RBIയുടെ ഒഫീഷ്യൽ സൈറ്റിലും കൂടെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പൊ മുൻപ് നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് പറയുന്ന സാധനം PS ചോദിച്ചിട്ടുണ്ട്, ബാങ്ക് റേറ്റ് മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതാ റീപ്പോ റേറ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ
നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ റീപ്പോ എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള റേറ്റ് ആണ് അല്ലെ, റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ റീപ്പോ റേറ്റ് എന്താണ്, ഈ കൊമേഴ്സ്യൽ ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ RBIന്ന് കടമെടുക്കുമ്പോൾ അവർ കൊടുക്കേണ്ടുന്ന പലിശ നിരക്കാണ് റീപ്പോ നിരക്ക് എന്ന് പറയുന്നത് അല്ലെ, റീപ്പോ നിരക്ക്. അപ്പോൾ റീപ്പോ നിരക്കാണ് എന്തെന്ന് പറയുന്നത്, ഏറ്റവും ബേസ് ആയിട്ടുള്ള നിരക്കെന്ന് പറയുന്നത്. അതായത് ബേസ് എന്ന് പറയുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നീട് ഈ റിവേഴ്സ് റീപ്പോയും അതുപോലെ തന്നെ ബാങ്ക് റേറ്റ് ഒക്കെ ഇരിക്കുന്നത്. എപ്പോഴും നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക, എപ്പോഴും നമ്മുടെ റീപ്പോ നിരക്കിനേക്കാളും 0.25 കൂടുതലായിരിക്കും നമ്മുടെ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ബാങ്ക് റേറ്റിന് കൂടുതലായിരിക്കും, ഏറ്റവും കൂടിയത് ബാങ്ക് റേറ്റ് ആയിരിക്കും. ഓക്കെ, റീപ്പോയിലും റിവേഴ്സ് റീപ്പോയിലും ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് റീപ്പോ നിരക്കായിരിക്കും കേട്ടോ. റീപ്പോയിലും റിവേഴ്സ് റീപ്പോയിലും ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് റീപ്പോ നിരക്ക് തന്നെ ആയിരിക്കും. റിവേഴ്സ് റീപ്പോ കുറവായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, 2022 ഡിസംബർ വരെ നമ്മുടെ, ശ്രദ്ധിച്ചു കേൾക്കണം, നമ്മുടെ റീപ്പോ നിരക്കെന്ന് പറയുന്നത് 2022 ഡിസംബർ വരെ നമ്മുടെ റീപ്പോ നിരക്കെന്ന് പറയുന്നത് 6.25% ആയിരുന്നു, 6.25% ആയിരുന്നു. അത് നിങ്ങൾ നോക്കണ്ട, അത് കുറെ കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ ഹിസ്റ്ററി പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ 2023 ഫെബ്രുവരിയിലാണ് RBI റീപ്പോ നിരക്ക് 6.5% ഫിക്സ് ചെയ്തത്. 2023 ഫെബ്രുവരിയിലാണ് RBI എന്ത് ചെയ്തത്, റീപ്പോ റേറ്റ് 6.5% ഫിക്സ് ചെയ്തത്. പിന്നീട് 2023 ഏപ്രിൽ മാസവും 2023 ജൂണിലും 2023 ഓഗസ്റ്റിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓഗസ്റ്റിലും ഡിസംബറിലും, 2023 ഡിസംബറിലും 2024 ജനുവരിയിലും 2024 മാർച്ചിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന റീപ്പോ റേറ്റ് 6.5% തന്നെ എന്ത് ചെയ്തു, നിലനിർത്തി. ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ 2023 ഫെബ്രുവരിക്ക് ശേഷം റീപ്പോ നിരക്ക് മാറിയിട്ടില്ല. 2023 ഫെബ്രുവരിക്ക് ശേഷം ഈ സമയം വരെ, അതായത് നമ്മൾ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നത്, അതായത് ജൂലൈ മാസം വരെ, 2024 ജൂലൈ മാസം വരെ റീപ്പോ നിരക്കിന് എന്ത് ചെയ്തിട്ടില്ല, മാറ്റം വന്നിട്ടില്ല. 6.5% തന്നെയാണ്, 6.5% റീപ്പോ നിരക്ക് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഏത് ദിവസം നിങ്ങളെടുത്ത്, ഏത് മാസം എടുത്ത് റീപ്പോ, അതായത് ഓർത്തു വെക്കുക, 2023 ഫെബ്രുവരിക്ക് ശേഷം റീപ്പോ നിരക്ക് മാറിയിട്ടില്ല. അതുപോലെ തന്നെ ബാങ്ക് റേറ്റും മാറിയിട്ടില്ല. 2023 ഫെബ്രുവരിക്ക് ശേഷം ബാങ്ക് റേറ്റും മാറിയിട്ടില്ല. അപ്പൊ അതിനുശേഷം നിങ്ങളോട് റീപ്പോ റേറ്റ് ഏത് മാസം ചോദിച്ചാൽ, 2023 ഫെബ്രുവരിക്ക് ശേഷം നിങ്ങളോട് ഏത് മാസം ചോദിച്ചിട്ട് റീപ്പോ നിരക്ക് ചോദിച്ചിരുന്നാലും ആൻസർ 6.50 ആണ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു 2022 ഡിസംബറിൽ 6.25 ആയിരുന്നു കേട്ടോ. 2022 ഡിസംബറിൽ 6.25 ആയിരുന്നു. അത് 2023 ഫെബ്രുവരി ആക്കിയപ്പോൾ 6.5 5.0 ഓക്കെ. ഇനി നിലവിലത്തെ റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത് 3.35% റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത് 3.35. ബാങ്ക് റേറ്റ് 6.75% ബാങ്ക് റേറ്റ്. ഇനി ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് 4.50% ഞാൻ എന്തുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, തിയറികളാണ്. എക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള തിയറികളാണ്. CRRഉം SLR എന്നൊക്കെ പറഞ്ഞ നമുക്കറിയാം, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെ, നമ്മൾ കരുതൽ പണം എന്ന് നമ്മൾ പറയും അല്ലെ, കരുതൽ ധനം എന്ന് നമ്മൾ പറയും. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല, ക്ലാസ് ലെങ്തി ആയി പോകും. അപ്പൊ CRR എന്ന് പറയുന്നത് 4.50%, SLR 18% ആണ്. CRR 4.50%, SLR 18% ആണ്. പണലഭ്യത നിയന്ത്രിക്കുന്നതിനാണ് റീപ്പോ നിരക്ക് RBI കൊണ്ടുവരുന്നത്. റിവേഴ്സ് റീപ്പോ എപ്പോഴും റീപ്പോ നിരക്കിനേക്കാൾ കുറവായിരിക്കും. ബാങ്ക് റേറ്റ് എപ്പോഴും റീപ്പോയിനേക്കാളും കൂടുതലുമായിരിക്കും എന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. ബാങ്ക് റേറ്റ് എപ്പോഴും റീപ്പോയേക്കാൾ 0.25 കൂടുതലായിരിക്കും. ഇതൊന്ന് മനസ്സിൽ വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചിലവർക്ക് റീപ്പോ അറിയാമെങ്കിൽ ബാങ്ക് റേറ്റ് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. റീപ്പോ എത്രയാണോ അതിൽ നിന്ന് 0.25 കൂട്ടുന്നതാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ.
റീപ്പോയെക്കാളും കുറവാണ് റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത് കേട്ടോ. അത് കുറവായിരിക്കുമല്ലോ, കാരണം RBI കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണല്ലോ റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത്, അതുകൊണ്ട് അത് കുറവായിരിക്കും. ഓക്കെ, ശരി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിക്കണേ. ഇതൊന്നും പെട്ടെന്ന് കത്തുന്ന സാധനങ്ങളല്ല, പക്ഷെ ഇതൊന്നും നമുക്ക് പഠിക്കാത്ത പരീക്ഷയ്ക്ക് പോകാനും പറ്റത്തില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊരു പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ അറിയില്ല, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. നമുക്ക് ആ കാര്യം കൂടി അറിഞ്ഞ് പഠിച്ചെടുക്കുന്നതാണ് നമ്മുടെ മികവെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? നമ്മൾ എക്സാമിന്റെ തലേ ദിവസത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണിത്. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റ് ആണോ? യെസ്, ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. 2 എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ സിയും ഡിയും നമുക്ക് കട്ടായി അല്ലെ. രണ്ടാമത്തെ കാര്യം തെറ്റാണെന്ന് അറിയാവുന്ന ഏതൊരു കുട്ടിക്കും എന്താവും, സിയും ഡിയും കട്ട് ചെയ്ത് നമുക്ക് 50% 50-50 ചാൻസിലേക്ക് വരാവുന്നതാണ് എയും ബിയും. പിന്നെ അതിലാണ് നമുക്ക് നോക്കേണ്ടത് ഏതാണ് ശരിയെന്നല്ലേ. ഇനി 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണർ. നമ്മൾ അവിടെ നമ്മുടെ ഈ ഫസ്റ്റ് ഫേസ് എക്സാമിന്റെ തലേ ദിവസം നമ്മൾ ദ്രൗപദി മുർമുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ്രൗപദി മുർമു എന്ന് പറയുന്നത് ഒഡീഷയിൽ നിന്നുള്ള വ്യക്തിയാണ് അല്ലെ. ഒഡീഷയിൽ നിന്നുള്ള വ്യക്തിയാണ്, ഒഡീഷയിൽ ഗവർണർ ആയിരുന്ന വ്യക്തിയല്ല, ഒഡീഷയിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1, 3 ആണ് ശരി. ജാർഖണ്ഡ് ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ഓക്കെ, ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്ര പദവിയിലെത്തിയ ആദ്യ വനിതയും പ്രതിഭാ പാട്ടീലിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ 2ാമത്തെ വനിതയുമാണ് ശ്രീ ദ്രൗപദി മുർമു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 1958 ജനിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്തു വെക്കണേ. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു. മനസ്സിലേക്ക് കുറിച്ചു വെച്ചോ, ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു. 2000 മുതൽ 2009 വരെ ഒഡീഷയിലെ നിയമസഭാംഗമായിരുന്നു. 2000 മുതൽ 2009 വരെ ഒഡീഷയിലെ നിയമസഭാംഗമായിരുന്നു. 2000 മുതൽ 2004 വരെ സംസ്ഥാന മന്ത്രി, ഒഡീഷയിലെ സംസ്ഥാന മന്ത്രി എന്ന നിലയിലും ശ്രീ ദ്രൗപദി മുർമു സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതിയായ ആദ്യ വനിതയാണ് ആര്? ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഒരു സന്താളി കുടുംബത്തിൽ നിന്നാണ് ആര് വന്നിട്ടുള്ളത്? ശ്രീ ദ്രൗപദി മുർമു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒഡീഷയിലെ സന്താളി കുടുംബത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലേക്ക് എത്തിയ വനിതയാണ് ശ്രീ ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. 15 മുതൽ 21 വരെ അല്ലെ, 2015 മുതൽ 21 വരെ ജാർഖണ്ഡിന്റെ ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2000 മുതൽ 2009 വരെ ഒഡീഷ നിയമസഭാംഗവുമായിരുന്നു ആര്? ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ദ്രൗപദി മുർമുവിനെ പഠിക്കുന്ന സമയത്ത് ഉപരാഷ്ട്രപതിയെ പഠിക്കാതെ നമുക്ക് കളയാൻ പറ്റത്തില്ല. നോക്കാം. ഉപരാഷ്ട്രപതി ശ്രീ ജഗദീപ് ധൻകർ ആണ് കേട്ടോ. 2ാമത്തെ ഫേസിലേക്ക് പോകുന്നവരും നിയമനങ്ങൾ കൃത്യമായിട്ട് കേന്ദ്രമന്ത്രിസഭയും പ്രധാനപ്പെട്ട നിയമനങ്ങളും പഠിച്ചിട്ട് മാത്രമേ പോകാവൂ. നമ്മുടെ എൻട്രി ആപ്പിലെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഫേസ് LD പരീക്ഷയ്ക്ക് തലേ ദിവസം നമ്മളൊരു LD ഫൈനൽ ലാപ്പ് റിവിഷനിൽ എല്ലാ നിയമനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അത് കണ്ടിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ദേ കിടക്കുന്നു കേട്ടോ. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയും ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയുമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ജഗദീപ് ധൻകർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയാണ്. രാജസ്ഥാൻ സ്വദേശിയാണ് കേട്ടോ, രാജസ്ഥാൻ സ്വദേശിയാണ്. 2019 മുതൽ 22 വരെ പശ്ചിമ ബംഗാൾ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ആര്? ജഗദീപ് ധൻകർ എന്ന് പറയുന്നത്. ഒരു തവണ ലോക്സഭാംഗം, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയായിരുന്നു ആര്? ജഗദീപ് ധൻകർ എന്ന് പറയുന്ന കേട്ടോ. അപ്പൊ അദ്ദേഹം ജഗദീപ് ധൻകർ 2019 മുതൽ 22 വരെ പശ്ചിമ ബംഗാളിന്റെ ഗവർണറായിരുന്നു. നമ്മുടെ ദ്രൗപദി മുർമു 2019 മുതൽ 21 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടത്തെ ഗവർണറായിരുന്നു? അത് ജാർഖണ്ഡ് ഗവർണറായിരുന്നു അല്ലെ, നമ്മുടെ ദ്രൗപദി മുർമു. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പശ്ചിമ ബംഗാളിന്റെ ഗവർണറായിരുന്നു 2022 വരെ.
ഇനി 1989 മുതൽ 91 വരെ ലോക്സഭാ അംഗമായിരുന്നു. 1990, 91 ചന്ദ്രശേഖരന്റെ മന്ത്രിസഭയിൽ പാർലമെന്ററി കാര്യ മന്ത്രിയായിരുന്നു. 1993 മുതൽ 98 വരെ രാജസ്ഥാന്റെ നിയമസഭാ അംഗവുമായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? ജഗദീപ് ധൻകർ എന്ന് പറയുന്നത്. 93 മുതൽ 98 വരെ രാജസ്ഥാന്റെ നിയമസഭാംഗമായിരുന്നു. 1989 മുതൽ 91 വരെ ലോക്സഭാംഗവുമായിരുന്നു ജഗദീപ് ധൻകർ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കിനി പ്രതീക്ഷിക്കാവുന്ന ചോദ്യം എന്ന് പറയുന്നത് അടുത്ത നമ്മുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വിവരാവകാശ കമ്മീഷണർ, അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ ചോദിച്ചു. വിവരാവകാശ കമ്മീഷണർ നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിക്കാം. ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ ചോദിക്കാം. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ചോദിക്കാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ചോദിക്കാം. അപ്പൊ അത്തരത്തിലുള്ള പദവികളൊന്ന് പഠിച്ചിട്ട് മാത്രം പോവുക കേട്ടോ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം ഏതാണ്? ഇന്ത്യയിൽ സീറോ കാർബൺ ആയിട്ടുള്ള നഗരം, ആൻസർ സാഞ്ചിയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്, ഇന്ത്യയിൽ സമ്പൂർണ്ണ സൗരോർജ നഗരമായിട്ട് മാറിയത് സാഞ്ചിയാണ് അല്ലെ. ഇന്ത്യയിൽ സമ്പൂർണ്ണ സൗരോർജ നഗരമായിട്ട് മാറിയത് സാഞ്ചിയാണ്. നമ്മൾ സാഞ്ചി സ്തൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ സാഞ്ചിയാണ് ഇന്ത്യയിലെ സമ്പൂർണ്ണ സൗരോർജ നഗരമായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സീറോ കാർബൺ നഗരമാകാൻ ഒരുങ്ങുന്നതും സാഞ്ചിയാണ് കേട്ടോ. സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീറോ കാർബൺ നഗരമാകാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പൊ നമ്മൾ വരുന്ന പരീക്ഷയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഭാഗത്ത് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. നമ്മൾ ഒത്തിരി തവണ പഠിച്ചിട്ടുള്ളതാണ്. കൊൽക്കത്തയില് ഹുഗ്ലി നദിക്ക് കീഴെയാണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത്. പഠിച്ചു വെക്കണം. ഇന്ത്യയിൽ ഫിഫയുടെ കീഴിൽ ആദ്യ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? ഭുവനേശ്വറിലാണ് അല്ലെ. ഭുവനേശ്വറിലാണ് ഇന്ത്യയിൽ ഫിഫയുടെ കീഴിൽ ആദ്യ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത്. അത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി, UN മെയ് 25 ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. 2024 മുതലാണ് മെയ് 25 UN ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചത്. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, ശരി. അടുത്തത്, നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഏക സിവിൽ കോഡ്, നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാനം, അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു നിയമസഭയിൽ ആദ്യമായിട്ട് ഏക സിവിൽ കോഡ് പാസാക്കിയത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലാണ് നിയമസഭ വഴി നമ്മുടെ ഏക സിവിൽ കോഡ് രാജ്യത്ത് ആദ്യമായിട്ട് പാസാക്കിയത് ഉത്തരാഖണ്ഡിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ ആയുർവേദിക് കഫേ നിലവിൽ വന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ആയുർവേദിക് കഫേ നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സെന്റർ നിലവിൽ വന്നത് ഭുവനേശ്വറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സെന്റർ നിലവിൽ വന്നത്. രാജ്യത്തെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് ബീഹാറിലെ പട്നയിലാണ് രാജ്യത്തെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് കേട്ടോ. ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? പട്നയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാൻസർ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് നമ്മൾ ഓങ്കോളജി എന്ന് പറയുന്നത് അല്ലെ. ഓങ്കോളജി സെന്റർ ഇന്ത്യയിൽ ആദ്യമായിട്ട് AI ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബംഗളൂരുവിലാണ് കേട്ടോ. ബംഗളൂരുവില്. ഇനി ഇന്ത്യയുടെ ആദ്യ ഡാർക്ക് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് പാർക്ക് നിലവിൽ വന്നത്. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ എന്ന് പറയുന്നത്. ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 12 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു എന്ന് പറയുന്ന അല്ലെ. അടൽ സേതു
ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം ഏതാണെന്ന് ചോദിച്ചാൽ അത് സുദർശൻ സേതു ആണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ വീട്ടില് കേബിൾ ഉണ്ടെങ്കിലേ നമുക്ക് TV നല്ലൊരു ദർശനം കിട്ടത്തുള്ളൂ അല്ലെ, നന്നായിട്ട് ദർശിക്കാൻ പറ്റത്തുള്ളൂ കേബിൾ ഉണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. കടൽ സേതു, അടൽ സേതു, കടൽ പാലം, അടൽ ഒരു കാ മാറ്റിയാൽ മതി. ഓക്കെ, കടൽ സേതു, അടൽ സേതു അങ്ങനെ പഠിച്ചു വെക്കുക. ഏറ്റവും കൂടിയ നീളം കൂടിയ കടൽ പാലമാണ് അടൽ സേതു. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും പറയാറുണ്ട്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരക ആരാണെന്ന് ചോദിച്ചാൽ ലിസയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരക. അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണെന്ന് ചോദിച്ചാൽ അത് ദേവികയാണ് അല്ലെ, ദേവികയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരക ലിസയാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ AI വാർത്താ അവതാരകൻ ഇവാനാണ് അല്ലെ, ഇവാനാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കേബിൾ റെയിൽ പാലം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കേബിൾ റെയിൽ പാലമാണ് ഏതെന്ന് പറയുന്നത്? അഞ്ചിഗഡ് എന്ന് പറയുന്ന അല്ലെ, അഞ്ചിഗഡ് എന്ന് പറയുന്ന. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം PSCയുടെ PQ ആണ്, അത് ചെനാബ് പാലമാണ് കേട്ടോ. ചെനാബ് പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയ റെയിൽ പാലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെനാബ് പാലമാണ്. ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽ പാലം അഞ്ചിഗഡ് ആണ്. ഇനി ആരോഗ്യത്തിനുള്ള അവകാശം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരോഗ്യത്തിനുള്ള അവകാശം, ആരോഗ്യം ഒരു നമുക്കറിയാം നമ്മുടെ മൗലിക അവകാശങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ആരോഗ്യത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമാക്കി അതിനുള്ള നിയമം നടപ്പിലാക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഇനി ലോകത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്നത് കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ്. ലോകത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്നത് കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ്. ഇന്ത്യയിലെ ആദ്യ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ധോലേരയിലാണ്. ഗുജറാത്തിലെ ധോലേരയിലാണ് ഇന്ത്യയിലെ ആദ്യ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ നഗരം നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ നഗരം ഏതാണ്? സാഞ്ചിയാണ്, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ കാർബൺ നഗരം ഏതാണെന്ന് ചോദിച്ചാലും അത് സാഞ്ചിയാണ് കേട്ടോ. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാന എയർഫീൽഡ് നിലവിൽ വരുന്നത് ലഡാക്കിലെ ന്യോമയിലാണ്. ലഡാക്കിലെ ന്യോമയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാന എയർഫീൽഡ് നിലവിൽ വരുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ ആയിട്ടുള്ള യശോഭൂമി ഉദ്ഘാടനം ചെയ്തത് ന്യൂഡൽഹിയിലാണ്. യശോഭൂമി എന്താണ്? യശോഭൂമി ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുന്ന നഗരം ഡൽഹിയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുന്ന നഗരം ഡൽഹിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം നിലവിൽ വന്നത് വാരണാസിയിലെ സൊർവേദ് മഹാമന്ദിർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം വാരണാസിയിലാണ് നിലവിൽ വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വജ്ര വ്യാപാര കേന്ദ്രം നിലവിൽ വന്നത് സൂറത്തിലാണ്. സൂറത്ത് ഡയമണ്ട് ബോഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വജ്ര വ്യാപാര കേന്ദ്രം. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ പ്രേരണ ദിയോസ്തലിയാണ് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ. ഇനി പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നത് ഉത്തർപ്രദേശിലെ മധുരയിലാണ്. ഉത്തർപ്രദേശിലെ മധുരയിലാണ് അല്ലെ, മധുരയിലാണ്. മധുര 17കാരികൾക്ക് വേണ്ടിയിട്ടുള്ള മധുര, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. മധുര 17കാരികൾക്ക് മധുരയിലെ സ്കൂള്, സൈനിക സ്കൂള്. ഇനി ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് ഗുജറാത്തിലെ ദ്വാരകയിലാണ്. ഗുജറാത്തിലെ ദ്വാരകയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്ന അണ്ടർ വാട്ടർ ടൂറിസം. അതായത് നിങ്ങൾക്കറിയാം കൃഷ്ണൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൃഷ്ണൻ രൂപീകരിച്ചിട്ടുള്ള ഒരു സിറ്റിയാണ് ദ്വാരക എന്ന് പറയുന്നത്. അപ്പോൾ അത് കടലിൻ്റെ അടിയിലാണ് എന്നൊക്കെ ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ ആ കടലിനടിയിലേക്ക് പോയി ടൂറിസ്റ്റുകൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനമാണ് അന്തർവാഹിനി ടൂറിസം. ഒരു സബ്മേഴ്സിബിൾ അല്ലെങ്കിൽ ഒരു സബ്മറൈൻ അന്തർവാഹിനിയിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോയി കടലിൻ്റെ ആഴങ്ങളിലുള്ള വിശേഷങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇനി ഇന്ത്യയിലെ ആദ്യ അർദ്ധ അതിവേഗ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം
റാപ്പിഡെക്സ് അഥവാ ഇന്ത്യയിലെ ആദ്യ പ്രാദേശിക റെയിൽവേ പദ്ധതി എന്ന് പറയുന്നത് നമോ ഭാരത് എന്നാണ് അതിന്റെ പേര്. ഇന്ത്യയിലെ ആദ്യ അർദ്ധ അതിവേഗ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന്റെ പേര് നമോ ഭാരത് എന്നാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ആയിട്ടുള്ള യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഫ്രാൻസുമായിട്ട് സഹകരിച്ചാണ് യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം ന്യൂഡൽഹിയിൽ നിലവിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയെങ്കിലും കുറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ഹൂഗ്ലിയാണ്. ഫിഫയ്ക്ക് കീഴിലുള്ള ഫുട്ബോൾ ടാലന്റ് അക്കാദമി ഭുവനേശ്വർ ആണ്. ഉത്തരാഖണ്ഡിലെ ഏക സിവിൽ കോഡ് നിലവിൽ വന്നു. ഡൽഹിയിൽ ആദ്യ ആയുർവേദിക് കഫേ, ഇൻഡോർ അത്ലറ്റിക് സെന്റർ നിലവിൽ വന്നത് ഭുവനേശ്വറിലാണ്. ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പട്നയിലാണ് അല്ലെ. പട്നയിലാണ് ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ ബംഗളൂരുവിലാണ്. ഡാർക്ക് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവിലാണ് നിലവിൽ വന്ന ഡാർക്ക് പാർക്ക്. ഇനി ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനം ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കോഡുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയാം കേട്ടോ. അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടും. ഓക്കെ, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ സേതു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താവതാരക ലിസയാണ്. ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽ പാലം മഞ്ചിഘട്ടാണ്. ആരോഗ്യത്തിനുള്ള അവകാശം നടപ്പിലാക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബ്ബള്ളി കർണാടകയാണ്. ഇന്ത്യയിലെ ആദ്യ ചിപ്പ് നിർമ്മാണശാല ഗുജറാത്തിലെ ധോലേരയിലാണ്. ആദ്യത്തെ സൗരോർജ്ജ നഗരം സാഞ്ചി മധ്യപ്രദേശാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാന എയർഫീൽഡ് നിലവിൽ വരുന്നത് ന്യോമ, ലഡാക്കിലെ ന്യോമയിലാണ്. അപ്പൊ എന്റെ കൂടെ നിങ്ങളിത് പറഞ്ഞു പോണേ. ഒന്ന് കണ്ണടച്ച് എന്റെ കൂടെ സ്പീഡിന് പറഞ്ഞു പോകും. കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ യേശോഭൂമി ന്യൂഡൽഹിയിലാണ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ എവിടെയാണ്? ഡൽഹി. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം വാരണാസിയിലാണ് നിലവിൽ വന്നത് അല്ലെ, വാരണാസി. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര വ്യാപാര കേന്ദ്രം എവിടെയാണ്? സൂററ്റിലാണ്, സൂററ്റ്. ഓക്കെ, ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ പ്രേരണ ദിയോസ്തലിയാണ്. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സൈനിക സ്കൂൾ എവിടെയാണ് വന്നത്? മധുരയിലാണ്. ആദ്യ അന്തർവാഹിനി ടൂറിസം ദ്വാരകയിലാണ്. ആദ്യ അർദ്ധ അതിവേഗ റീജിയണൽ റാപ്പിഡ് ട്രാൻസിസ്റ്റത്തിന്റെ പേരാണ് നമോ ഭാരത്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് യുഗേ യുഗീൻ ഭാരത്. ഫ്രാൻസുമായിട്ട് സഹകരിച്ച ന്യൂഡൽഹിയിലാണ് നിലവിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ശരി. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. താങ്ക് യു.